ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് എല്ലാ വിഷയത്തിലും നമ്മൾ മാതൃക സ്വീകരിക്കേണ്ടത്, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ മാതൃക സ്വീകരിക്കേണ്ടത്. നമ്മുടെ കുടുംബജീവിതം പരാജയപ്പെടുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ലക്ഷ്യം മറക്കുന്നു എന്നതാണ്. ഒരിക്കൽ പുണ്യനബിയുടെ മടിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിന്റെ മടിയിൽ നബി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. കുറെ സമയം കിടന്നപ്പോ അറിയാതെ തങ്ങൾ ഉറങ്ങി. നബിതങ്ങൾ ഉറങ്ങിയപ്പോ ആയിഷ ബീവി ഇങ്ങനെ അല്പസമയം മുഖത്തേക്ക് നോക്കിയിരുന്ന് അവസാനം കരഞ്ഞു. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞപ്പോ ആരംഭ റസൂലിന്റെ പൂമുഖത്തേക്ക് രണ്ടിച്ച് കണ്ണുനീരറ്റി വീണു. നബിതങ്ങൾ ഞെട്ടി ഉണർന്നുകൊണ്ട് ചോദിച്ചു, യാ ആയിഷു, ഏ ആയിഷ, അഹസൻത, നിനക്ക് ദുഃഖമായോ? യാ ആയിഷു, ഏ ആയിഷ, നിനക്ക് വിഷമായോ ഞാൻ ഉറങ്ങിയത്? ഇനി കുറെ സമയം സംസാരിക്കണമെന്ന് കരുതിയിരുന്നു, അത് നടക്കാതെ പോയി, വിഷമിച്ചോ? എന്തേ കരഞ്ഞത്? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ദുനിയാവിൽ എനിക്ക് മടിയിൽ കിടത്താൻ നിങ്ങളെ ലഭിക്കും. നാളെ സ്വർഗത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേർന്നാൽ എനിക്കിങ്ങനെ മടിയിൽ കിടത്തി ഉറക്കാൻ നിങ്ങളെ ലഭിക്കുമോ നബിയേ? അതാലോചിച്ചപ്പോ എനിക്ക് കരച്ചിൽ വരികയാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു. ഞാനിത് പറയാൻ കാരണം, ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും കല്യാണം കഴിച്ച് ഭാര്യയുള്ളവരാണ്. താഴെ ഒരുപാട് സ്ത്രീകളുണ്ട്. കുറച്ച് സ്ത്രീകളെ ഞാൻ വരുമ്പോ കണ്ടു, പിന്നെയും കുറെ സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്നറിഞ്ഞു. ഇപ്പോഴും ചില സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങൾവാപ്പോടെ ഇരുന്നിട്ട് താഴേക്ക് കണക്ഷൻ കൊടുത്തപ്പോ പെണ്ണുങ്ങളുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മിക്കവാറും ഒരു 80% കല്യാണം കഴിച്ചവരായിരിക്കും. ഇതെന്തിനുള്ളതാണെന്ന് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്തിനാണ് ഇപ്പൊ ഈ കല്യാണം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം പരിചയപ്പെടുത്തിയപ്പോ സ്വർഗം ആദ്യം മുതൽ അവസാനം വരെ ഒറ്റവാക്കിൽ പറഞ്ഞത് സൂറത്ത് യാസീനിലാണ്. ആദ്യം മുതൽ അവസാനം വരെ ഒന്നിച്ചു പറഞ്ഞു. അത് സൂറത്ത് യാസീനില്ല. യാസീനിന് എല്ലാവർക്കും അറിയുന്നതാണോ? ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗാണ്. ഹും അവർ, വഅസ്വാജുഹും അവരുടെ ഇണകളും ഭാര്യമാരെ, ഫീ ദിലാലിൻ മരത്തിന്റെ ചോട്ടില്, അലൽ അറായിക്കി കട്ടിന്മേൽ, മുത്തഖിഊന ചാരിയിരിക്കുകയാണ്. ലഹും അവർക്കുണ്ട്, ഫീഹ അതിൽ, ഫാകിഹത്തുൻ പഴങ്ങളുണ്ട്, വലഹും മാ യദ്ദഊൻ അവർ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും മുഴുവൻ അവർക്ക് ലഭിക്കുന്നതാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. റബ്ബുർ റഹീമായ അല്ലാഹുവിങ്കൽ നിന്ന് സലാം എന്ന് പറയുന്ന വാക്കിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. സ്വർഗം മുഴുവനായിട്ട് പറഞ്ഞു. ഹും അവർ, വ അസ്വാജുഹും അവരുടെ ഇണകളും. നമ്മള് നല്ല ഭയങ്കര ടെൻഷനുള്ള സമയത്ത് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി പോവുക പാർക്കിൽ കാണുക. സാധാരണ എവിടേക്കോ ഒന്ന് പോവുക, ഒന്ന് ഊട്ടി പോവുക, കൊടൈക്കനാല് പോകാം, എവിടുക്ക അതൊക്കെ കുറച്ച് കോട്ടക്കുന്ന് പോവുക. ഇങ്ങനെ പോണം എന്നല്ല ഞാൻ പറഞ്ഞത്, സാധാരണ പോവൽ അങ്ങോട്ടാണ്, പാർക്കിലേക്കാണ് പോവുക.
പാർക്ക് പോയവരുണ്ടാവില്ല ഈ കൂട്ടത്തിൽ. ഏതായാലും എല്ലാവരും ഒന്നുമില്ലെങ്കിലും കുറച്ചാൾക്കാർ പോയിട്ടുണ്ടാവും. പാർക്കിൽ ചെന്നാലേ കുറെ മരങ്ങളുണ്ടാവും. മരത്തിന്റെ ചോട്ടില് ചാരിയിരിക്കുന്ന കട്ടില്, സിമെന്റിന്റെ അല്ലെങ്കിൽ ഇരുമ്പിന്റെ നല്ല ചാരിയിരിക്കാൻ പറ്റിയ പെയിന്റൊക്കെ ചെയ്ത ഷാർക്കട്ടില്, അയിമേ ഒരാണും ഒരു പെണ്ണും ഒരാണൊരു പെണ്ണും ഒരാണൊരു പെണ്ണും ഒരാണൊരു പെണ്ണും അങ്ങനെ ജോഡികള്. ചിലപ്പോ സ്വന്തമായിരിക്കും അല്ലെങ്കിൽ വാടക കൊടുന്നായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെയാണ് കാണാം. സ്വന്താണോ വാടക കൊടുന്നാന്ന് ഓരോട് ചോദിക്കണ്ടേ, നമുക്കറിയില്ലല്ലോ. സംഗതി ഒരാണൊരു പെണ്ണും ഒരാണൊരു പെണ്ണും ഒരാണ് പെണ്ണും അങ്ങനെ കാണാം. കയ്യിൽ ഐസ്ക്രീം കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് വരും. കടല വേണ്ടവർക്ക് അത്, ഒരു ചിക്കന്റെ പീസ് കിട്ടിയാൽ തിരക്കില്ലെങ്കിൽ അത് കിട്ടും. ഇങ്ങനെ ഓർഡറിനനുസരിച്ചാണ്. പിന്നെ ആദ്യത്തെ ഐസ്ക്രീമാണ്, ഫസ്റ്റ് ചെന്നേക്കുന്ന ഐസ്ക്രീമാണ്. ഇങ്ങനെയാണ് പാർക്ക്. അത് അതേമാതിരിയാണ് ഖുർആൻ സ്വർഗം പറഞ്ഞത്. എന്തൊക്കെ ഉള്ളതൊന്നുകൂടിയും പറയട്ടോ. ഒന്ന് മരത്തിന്റെ ചൂട് നിഴല്, 2 ചാരിയിരിക്കുന്ന കട്ടില്, 3 ഇണകള്, 4 ഐസ്ക്രീം, 5 ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ. ഇനി ആയത്തോക്കാം. ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഫീ ദിലാലിൻ, മരത്തിന്റെ ചോട്ടില്, അലൽ അറായികി മുത്തഖിഊൻ, കട്ടിലുമ്മ ചാരിയിരിക്കുകയാണ്. ലഹും, അവർക്കുണ്ട്, ഫീഹാ അതിൽ, ഫാക്കിഹത്തുൻ, ഐസ്ക്രീം, വലഹും മാ യദ്ദഊൻ, അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യുന്ന ഓരോ വസ്തുക്കളുണ്ട്. ഒരു വ്യത്യാസം എന്താ വെച്ചാല്, ദുന്യാവിലെ ഏത് പാർക്കാണെങ്കിലും മൂത്രമൊഴിക്കാൻ പുറത്തേക്ക് പോകണം. മലമൂത്ര വിസർജനത്തിന് പുറത്തേക്ക് പോവണം. അവിടെ പറ്റില്ല, ഇരുന്നോടത്തിരുന്ന് പറ്റൂലല്ലോ. ഏതായാലും എന്നാൽ സ്വർഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. മലമൂത്ര വിസർജനത്തിന് പുറത്തേക്ക് പോവേണ്ടി വരില്ല. കാരണം മലവും മൂത്രവും ഉണ്ടായിരിക്കില്ല. സ്വർഗാവകാശികൾക്ക് മലമില്ല, സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല, സ്വർഗാവകാശികൾക്ക് മൂക്കിൽ മൂക്കട്ടയില്ല, വായയിൽ ഉമിനീരില്ല, ചെവിയിൽ ചെവിക്കായമില്ല, ശരീരത്തിന് വിയർപ്പില്ല, ഒന്നുമില്ല. ഒരു വിയർപ്പുണ്ട്, അത് ഭക്ഷണം കഴിച്ച ഉടനെയാണ് വിയർക്കുക. സ്വർഗത്തിലെ ഔദ്യോഗിക ഭക്ഷണം 2 നേരമാണ്, രാവിലെയും വൈകുന്നേരവും. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഔദ്യോഗിക ഭക്ഷണം 2 നേരമാണ്. പിന്നെ ആവശ്യമുള്ളവർക്ക് കപ്പ കിട്ടിക്കൊണ്ടിരിക്കും. രാവിലത്തെ ഭക്ഷണം കഴിച്ചാല് ഒരാൾക്ക് സാധാരണഗതിയിൽ 1000 മനുഷ്യന്റെ ശക്തിയാണ്. അപ്പൊ 1000 ആളുടെ ഭക്ഷണം കഴിക്കും. ഒരാൾ 1000 ആളുടെ ഭക്ഷണം സാധാരണ നോർമൽ കഴിക്കും. ഒരാൾ രാവിലെ 1000 മനുഷ്യന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ വിയർക്കും. വിയർത്ത് കഴിയുമ്പോൾ ആ കഴിച്ച ഭക്ഷണം അവന്റെ ആമാശയത്തിന്റെ ഭാഗമായി മാറുന്നതാണ്.